ഇത് എല്ലാവർക്കും ഡൗട്ടായിരുന്നു, സ്റ്റിക്കർ ആയിരുന്നു അതോ സ്റ്റിക്കറാന്ന് അല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ കിടന്ന് അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഉല്ലാസങ്ങളുടെ മസ്മരിക ഐഡിയയാണ്. എന്നാൽ നമ്മുടെ അമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട, സഹോദരിമാർക്ക് ഇഷ്ടപ്പെട്ട കിച്ചണിലോട്ട് നമുക്ക് പോകാം. നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് മേളിലോട്ട് പോകാം. മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് മുമ്പേ പറഞ്ഞായിരുന്നു കോൺക്രീറ്റ് അല്ല ചെയ്തിരിക്കുന്നത്, സ്റ്റീലിലാണ്, സ്ക്രൂവിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ മേളോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് പോർഷൻ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മേളോട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ള TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഷോക്കേസ് പോലെ ചെയ്തിട്ടുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ചെട്ടളങ്ങരമ്മയുടെ മണ്ണിലാണ്. ചെട്ടളങ്ങരമ്മയുടെ മണ്ണിൽ നമ്മുടെ സഞ്ജു ചേട്ടന്റെ സായുജ്യം വീടിന്റെ മുമ്പിലാണ്. അന്നേരം സായുജ്യത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യൂടെക് ഹോം സൊല്യൂഷൻസിന്റെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം. വീടിന്റെ ഫ്രണ്ട് ഒരു പുതിയ മോഡലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോ വട്ടം വന്ന് എൻ്റെ ഒരു എന്താ പറയുന്നത് അവരുടെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ആ ഒരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് ഫിനിഷ് ആയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഫ്രണ്ട് വ്യൂ വന്നേക്കുന്നത്. ഫ്രണ്ടിലായിട്ട് വന്നേക്കുന്നത് നമ്മളൊരു ഐവറി ആൻഡ് ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷനിലെ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മുക്കാൽ ആൻഡ് കാലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ വിൻഡോസാണ്, അതിന് നമ്മൾ വുഡൻ പെയിൻ്റ് അടിച്ച് ആ സെയിം വുഡൻ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫൈലായിട്ട് അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടെറാക്കോട്ടയുടെ ജാളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടൊരു റൗണ്ട് വന്നിട്ട് അത് അകത്തുനിന്ന് നോക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തുവാന്ന്. അത് ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടൊരു യെല്ലോ ഷെയ്ഡിലെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ് ഇതിന് പടപടപടാന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് മുന്നേ ബാക്കി പറഞ്ഞു ഇത് നമ്മൾ ഗണപതിയുടെ ഒരു ആദ്യം വിൻഡോ ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. പൂജാമുറിയാണ്. അവിടെ നമ്മൾ ഗണപതിയുടെ ഒരു ഡിസൈൻ ചെയ്തൊരു ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. അത് ആദ്യം നമ്മൾ വിൻഡോ പ്ലാൻ ചെയ്ത് പിന്നെ ലാസ്റ്റ് നിമിഷമായപ്പോൾ ഞാൻ തന്നെ അത് ഗ്ലാസ് ഗണപതിയുടെ ഒരു ഡിസൈൻ ആക്കാൻ തീരുമാനിച്ചു. ഇത് പിന്നെ കിച്ചണിൻ്റെ വിൻഡോ ആണ് ഇവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുന്നത്. അത് 3 വാളിയുടെ സ്റ്റീലിൻ്റെ ആണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൽ നമ്മൾ ഗ്രാനൈറ്റ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 4x2 ടൈലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആയിട്ടൊരു പൂജാ റൂമുണ്ട്. പൂജാ റൂമിന് നമ്മൾ ഡിസൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആയിട്ടുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ വിളക്ക്, ഓം അങ്ങനെയുള്ള ഉള്ളൊരു ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ PVC ഷീറ്റില് മൈക്ക നമ്മൾ വുഡൻ ആൻഡ് ഗ്രേ ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ബാക്ക് വശം ഇങ്ങനെ ലേസർ കട്ട് ചെയ്തിട്ട് LED സ്ട്രിപ്പ് കൊടുത്തിട്ട് ഈ ഒരു പല പല കളർ ലൈറ്റ്സ് ആക്കിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ പുറത്തുനിന്ന് വന്നേക്കുന്നത് ജനലല്ല ഗ്ലാസ് ഇട്ടേക്കുന്നത് ഇവിടെ ആയിട്ടാണ്. അതുപോലെ തന്നെ അവിടെ ആയിട്ട് നമ്മുടെ സിറ്റൗണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് പൂജാമുറിയുടെ നേർക്ക് വാസ്തുപ്രകാരം ഒരു കട്ടിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഗ്രേ കളറിലെ പെയിൻറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈലും ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഹാളിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അതായത് ലിവിങ് ഏരിയയുടെ വിശേഷങ്ങളിലോട്ട് പോകാം. ലിവിങ് ഏരിയയുടെ സൈസ് പറയുന്നത് 16x12 വരുന്നത്. പിന്നെ നമ്മളിവിടെ 3 വാളയുടെ ഒരു സ്റ്റീലിൻ്റെ വിൻഡോയും 3 വാളയുടെ ഒരു ഫ്രഞ്ച് വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി പറഞ്ഞു. ഇവിടെ നമ്മൾ മനോഹരമായിട്ടുള്ള TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഷോക്കേസ് പോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലൂമിനർ ഷീറ്റ് ആൻഡ് UV ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ PVC ഷീറ്റാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ 4x2 ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൻഡ് ഗ്രേ ആൻഡ് ഐവറി ഷെയ്ഡാണ്. ഫുൾ ഈ സെയിം പാറ്റേൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജിപ്സം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബ്ലൂ ആൻഡ് വാം കളർ പ്രൊഫൈൽ ലൈറ്റ്സ്, അതുപോലെ 6 വാട്ട്സിൻ്റെ റൗണ്ട് ഷേപ്പിലെ വൈറ്റ് കളർ ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ 2 വാൾ ലൈറ്റ് നമ്മളിവിടെ വാൾ ഹാങ്ങിങ് ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോർണർ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡ്സും കാര്യങ്ങളെല്ലാം പിന്നെ വിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ
അതുപോലെ തന്നെ സ്റ്റെയർ നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് അല്ല ചെയ്തിരിക്കുന്നത്, ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്താന്ന് മനസ്സിലായായിരുന്നോ? ഇവിടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ കാല് തട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡാണ് ചെയ്തിട്ടുള്ളത്, കട്ടള സ്റ്റീലും. പിന്നെ അകത്ത് ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ റൂമിനകത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. അവിടെ 2 പാളിയുടെ ജനലും 3 പാളിയുടെ ജനലുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വുഡ് വേണോന്ന് സ്റ്റീൽ വേണോ? നമ്മള് എഗ്രിമെന്റ് എഴുതിയപ്പോൾ വുഡ് ആയിരുന്നു. അപ്പോൾ ഉല്ലാസങ്ങളുടെ ഐഡിയ ആയിരുന്നു നമുക്ക് സ്റ്റീൽ ആകുമ്പോൾ ഇച്ചിരി കൂടെ ബലമായിരിക്കും, സേഫ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ എഗ്രിമെന്റിനകത്ത് സൈൻ ചെയ്തു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊന്നും വിചാരിച്ച പോലെയല്ല, ഒരു കട്ടിൽ ഒരു അലമാര അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടി അപ്പുറം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രസ്സിങ് യൂണിറ്റ് എന്ന് പറയുമ്പം ഈ ഒരു സൈഡിലായിരുന്നു. ഉല്ലാസങ്ങൾ പറഞ്ഞ് അവിടെ വരുമ്പോൾ വൃത്തികേടാകുമ്പോൾ അപ്പോൾ അത് നമുക്ക് ഇച്ചിരി നല്ല ഒതുക്കത്തക്ക രീതിയിൽ ഒതുങ്ങി ആ ഒരു കോർണറിൽ സെറ്റാക്കിയിട്ടുണ്ട്. ടൈൽ സെലക്ഷൻ എല്ലാം ഉല്ലാസങ്ങൾ പറഞ്ഞു. ഉല്ലാസങ്ങളുടെ ഇതിലാണ് ടൈൽസ് നമ്മൾ താമസിക്കേണ്ടത് നമ്മളാണല്ലോ. അപ്പം ഉല്ലാസങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ടൈപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള റേറ്റിലും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ്. പിന്നെ പെയിൻറ്റും ഈ മുറിയിലെ പെയിൻറ്റ് ഉല്ലാസങ്ങളുടെ ഐഡിയ ആയിരുന്നു. നല്ല അടിപൊളി കളറാണ്, എല്ലാവർക്കും ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ റൂമിന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല 3D പ്രിന്റ് വരുന്ന PVC ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4x2 ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ ഉണ്ട്. പിന്നെ നല്ലൊരു മിററും വെച്ചിട്ടുണ്ട്. സൊമാനിയുടെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഷവർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനും വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് നമ്മൾ ഈ റൂമിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ റൂമിലെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് PVC ഷീറ്റിലാണ്. സ്ലൈഡിംഗ് ഡോറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കളർ വന്നിട്ട് ഇത് വന്നിട്ട് ചെറിയ ഗ്രേയും ഇത് വുഡ് ആൻഡ് ഫിനിഷിലാണ് കളർ വന്നിട്ടുള്ളത്. ഡ്രസ്സിങ് യൂണിറ്റും വുഡ് ആൻഡ് ഫിനിഷിൽ തന്നെ നമുക്ക് കണ്ട ആരും പറയില്ല തടിയുടെ ആ ഒരു രീതിയിലാണ് നമ്മൾ അതും മൈക്ക് ഒട്ടിച്ചേക്കുന്നതല്ല. നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് പോകുന്ന പാസേജിൻ്റെ അവിടെ തന്നെ നമ്മുടെ കോമൺ ടോയ്ലറ്റ് ഉണ്ട്. കോമൺ ടോയ്ലറ്റിനകത്ത് സെയിം ടൈല് തന്നെയാണ് 4x2 നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സൊമാനയുടെ ഷവർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സൊമാനയുടെ ഒരു ക്ലോസറ്റ് സിംഗിൾ പീസ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എക്സോസ്റ്റ് ഫാന് അതുപോലെ തന്നെ വെന്റിലേഷൻ എല്ലാം ഈ ബാത്റൂമിനകത്തോട്ട്. പിന്നെ മനോഹരമായിട്ടുള്ള PVC ഡോറിൽ 3D ഡിസൈനായിട്ടുള്ള ഒരു ഡോറ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഈ ബെഡ്റൂം എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പെടുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനകത്തൊരു 3 വാളയുടെ ഒരു സ്റ്റീലിൻ്റെ വിൻഡോയും 2 വാളയുടെ ഒരു സ്റ്റീലിൻ്റെ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10x10 ഇവിടെ ഫുൾ ഏകദേശം ഒരേ പാറ്റേൺ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് മേളിലോട്ട് പോകാം. മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് മുമ്പേ പറഞ്ഞായിരുന്നു നമ്മൾ സ്ക്വയർ ട്യൂബിലാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കായിട്ട് പൈൻ വുഡിൻ്റെ വുഡാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് നേരെ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ലേസർ കട്ട് ചെയ്ത ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇനി ഇവിടെ വർക്ക് ബാക്കിയുള്ളത് നമ്മുടെ ഈ പൈൻ വുഡ് ഒന്ന് പോളിഷ് ചെയ്യണത്. പാലുകാച്ച് ആയതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ലാസ്റ്റ് എന്ന് വെച്ചാണ് 2 ദിവസം ഞാൻ ചെയ്യും. പിന്നെ ഇത് നമ്മൾ വുഡൻ്റെ പെയിൻറ്റ് വരയ്ക്കാനുണ്ട്. പിന്നെ നേരെ കയറി വരുമ്പോൾ തന്നെ ഈ ലാൻഡിങ്ങിൽ ദിവസം പറഞ്ഞു നല്ല ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു താമരയും അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റൗണ്ട് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അത് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഇത്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ തൊട്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വുഡൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷാണ്. പിന്നെ മേളിലോട്ട് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു C ഷേപ്പിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് ഇവിടെ ജിപ്സം സീലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സീലിംഗിൽ തന്നെയാണ് 6 വാട്ട്സിൻ്റെ ലൈറ്റ്സ് അതുപോലെ 3 വാട്ട്സിൻ്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇപ്പം പറഞ്ഞു കൂട്ടി അച്ഛൻ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയായിട്ടും ലിവിങ്ങിൽ ഒരേ ഏരിയയിലായിട്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് ഒക്കെയുള്ള ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാൽക്കണി വരുമ്പോൾ സ്റ്റീലിന്റെ കൈവരിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ അടിയിലായിട്ട് ഗ്ലാസ്സുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്.
പിന്നെ ഇവിടെ ടെറാക്കോട്ടകളുടെ ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4x2 സെയിം ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഓപ്പൺ ടെറസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ടെറാക്കോട്ടയുടെ ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മൾ അകത്തുനിന്ന് പറഞ്ഞ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സ്പേസ് ആണ്. ഇവിടുത്തെ സഞ്ജി ചേട്ടന് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെ, ഇവിടെ അവർ ഗ്രേ ആണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ബ്ലൂ ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയാവുമെന്ന് പറഞ്ഞ് ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടോട്ട് നമുക്ക് കയറാനായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മേളിലോട്ട് കയറാനായിട്ട് സ്റ്റെയർ മേളോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മേളോട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആ 4x2 സെയിം ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമ്മളൊരു റൗണ്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയും. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഇരിക്കും. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്യൂളിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഗ്ലാസ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കൈവരിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ മേളത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അതായത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നമ്മൾ മേളത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ്. 10x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇത് ഫുൾ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു 3 വാളിയുടെ വിൻഡോ സ്റ്റീലിൻ്റെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ബെഡ്റൂമിലെ കൂട്ട് തന്നെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതിന് ഒരു PVC ഡോർ 3D കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ടൈല് തന്നെയാണ്. സെയിം ഫിറ്റിങ്സുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നമ്മളിവിടെ 4ാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് കളേഴ്സും കാര്യങ്ങളൊക്കെ? നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ സെയിം ബെഡ്റൂമിൻ്റെ സൈസ്, അതായത് 12x12 തന്നെയാണ്. സെയിം ടൈലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വാളിയുടെ ഒരു വിൻഡോ, 2 വാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിനകത്ത് സെയിം ടൈല് തന്നെ, എന്നുവെച്ചാൽ സെയിം ടൈല് തന്നെ എടുത്ത് ഞാനൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ പാട്ടേൺ ടൈൽ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ചിലവ് കുറയ്ക്കാൻ, വേസ്റ്റേജ് വരത്തില്ല. അങ്ങനെയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മേളിലായിട്ടൊരു ബ്ലാക്ക് ബോർഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഷവറിൻ്റെ ഒക്കെ ഫിറ്റിങ്സ് സെറ്റാക്കാൻ വേണ്ടിയാണ് ആ ഒരു ബോർഡർ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് എല്ലാം സൊമാനയുടെ ഫിറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ സെയിം വാർഡ്രോബ് നമ്മൾ ഈ റൂമിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിട്ടില്ല. സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസുള്ള വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും നമ്മൾ നേരെ ഇവിടെ വരുമ്പോൾ പല വീടുകളിലും നമ്മൾ പർഗോളയാണ് കണ്ടേക്കുന്നത്. ഞാൻ ഇവരോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. ഈ ഐഡിയ എല്ലാം കഴിഞ്ഞപ്പോഴേ ഇപ്പം കാണുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു മിറർ, അതിൻ്റെ അപ്പുറത്തൊരു ടെറാക്കോട്ടയുടെ ജാളി വർക്ക്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് വ്യൂ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് സാധനം? സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സത്യം പറഞ്ഞാൽ യൂട്ടെക്കിനെ പരിചയപ്പെടുന്ന തന്നെ യൂട്യൂബ് വീഡിയോ കണ്ടുണ്ട്. യൂട്യൂബ് വീഡിയോയിൽ എല്ലാ വീട്ടിലാണെങ്കിലും സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ പറുകോള അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഗ്ലാസ് വർക്ക്. ഇത് എല്ലാവർക്കും ഡൗട്ടായിരുന്നു, സ്റ്റിക്കറായിരുന്നോ അതോ സ്റ്റിക്കറാന്ന് അല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഉല്ലാസങ്ങളുടെ മസ്മരിക ഐഡിയയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അന്ന് ഞാൻ പാലുകാച്ചിൽ വന്നപ്പോൾ മിക്ക ആളുകൾ ഫോട്ടോ സെഷൻ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അന്നേരം എല്ലാം കൊണ്ട് ഈ ഒരു സംഭവം നമ്മുടെ വർക്ക് ഔട്ട് ആയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിരുന്നു കിച്ചണൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആക്കി. അതെന്തുകൊണ്ടാണ്? അതൊരു വെറൈറ്റി ആയിക്കോട്ടെന്ന് വെച്ചാൽ നമ്മുടെ വെറൈറ്റി കിച്ചൺ കാണാൻ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. എന്നാൽ നമുക്ക് വെറൈറ്റി കിച്ചൺ കാണാം. ഓക്കെ. എന്നാൽ നമ്മുടെ അമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെട്ട, എന്ന് വെച്ചാൽ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട, സഹോദരിമാർക്ക് ഇഷ്ടപ്പെട്ട കിച്ചണിലോട്ട് നമുക്ക് പോകാം. കിച്ചണിലെ വിശേഷങ്ങൾ പൊന്നൂസ് പറയുന്നതായിരിക്കും. അതിന് മുമ്പേ ഒരു കാര്യം ഞാൻ പറയും, ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ അത്യാവശ്യം ഒരു ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഹാങ് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി കളറ് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പൊന്നു പറഞ്ഞാട്ടെ. കരീബിയൻ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കബോർഡാണ് നമ്മൾ ഈ കിച്ചണിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇഷ്ടം പോലെ നമ്മൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിറയെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം. പിന്നെ ഇവിടെ ഒരു 3 വാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 18x16 ഒരു സിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡ് മെയ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഇപ്പം നിറച്ച് കഴിഞ്ഞില്ലേ, അല്ല മൊത്തം നിറഞ്ഞിട്ടുണ്ട് സാധനങ്ങളും ഉണ്ട്. ഏത് സ്പേസും കാര്യങ്ങളും ഉണ്ട്. കബോർഡിന്റെ അടിയിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് അല്ലേ, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡിന്റെ അടിയിലായിട്ട് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, അത് ഇവിടെ എല്ലാം നമ്മൾ മേളോട്ട് പൊക്കുന്ന ടൈപ്പിലുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മാറ്റ് ഫിനിഷ് വുഡൻ കളറിലെ മാറ്റ് ഫിനിഷ് ടൈല് 2x2 ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ സൈസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x9 കിച്ചണിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് നേരെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലെ വിശേഷങ്ങളിലോട്ട് പോകാം. വർക്ക് ഏരിയയിലേക്കകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പുകയില്ലാത്ത അടുപ്പ് സിംഗിൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു
16x16 ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ടും ആ സെയിം പാറ്റേണിലുള്ള യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുള്ള ടാപ്പ്, പിന്നെ അപ്പുറത്തൊരു വാഷിംഗ് മെഷീൻ പോയിന്റ്, അതിൻ്റെ ടാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഇനി പൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹോബിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഫുൾ സ്റ്റോറേജ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തൊരു കാര്യം പറഞ്ഞില്ല, ഇതിനകത്തൊരു ഹോബിൻ്റെ യൂണിറ്റും ഉണ്ട് കേട്ടോ. വീടിൻ്റെ പണിയെല്ലാം കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നപ്പോൾ ഇപ്പോൾ അപ്പുറത്തുള്ള ചേച്ചി വീട് കാണാൻ മതി. ചേച്ചി നേരത്തെ വരാഞ്ഞേ? എനിക്ക് പനിയായിരുന്നു. ഓക്കെ. വീട് ഇപ്പൊ കണ്ടിട്ട് സൂപ്പർ വീട്, എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്തോ? പടം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. അത് എല്ലാരും പറയുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്ത കാര്യങ്ങളെല്ലാം കിച്ചണൊക്കെ സ്പേസ് അറിയിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ സാമയോട് പറയുകയും ചെയ്തു. അടുത്ത വർക്കുണ്ട് യൂട്യൂബ് ഹോം സൊല്യൂഷൻ പിടിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ഹോം സൊല്യൂഷൻ ചാനലിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ആ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. സായുജ്യം വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് ഓപ്ഷൻ ഒന്ന് ഇനാമൽ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഇനാമൽ ചെയ്യുക. മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഇതിനേക്കാളും പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും നമ്മുടെ. ഓക്കെ, ബൈ. ഉല്ലാസ് യൂട്ട കൺപന്യൂസ്. ബൈ.